ഇങ്ങനെ ഇരുന്ന പോരാടാ, നെക്സ്റ്റ് ലെവലിൽ പോകണം. നെക്സ്റ്റ് ലെവലാ? അതെന്തുട്ടാ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാലേ ഇനിയും ലോകം നമ്മൾ അറിയണം. ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ്. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. പരാതിക്കാരി ഏറ്റെടുത്ത് നടത്തുന്ന ബോഡി ബിൽഡിംഗ് സെന്ററിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിലുണ്ട്. സർക്കിളിൽ എനിക്കറിയാം. വിലപ്പെട്ട രേഖകളും 10,000 രൂപയും CCTVയും നശിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു. അടുത്തൊരു അവാർഡാണ് മണ്ടൻ എന്നുള്ളൊരു വെരി സ്പെഷ്യൽ കാറ്റഗറിയാണ് മണ്ടൻ. ആർക്കായിരിക്കാം സാധ്യത? ആണോ? ജിൻഡോ ബോഡി ബിൽഡിംഗ് സെന്ററിൽ രാത്രി കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. എവിടെ പോണു? തൊണ്ട വെള്ളം വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇവൻ ആരെന്ന് അറിയണ്ടേ? ഈ CCTV അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകുന്നത്. അതിലാണ് ഇപ്പോൾ ജിൻഡോയ്ക്കെതിരെ, ബിഗ് ബോസ് താരമായ ജിൻഡോയ്ക്കെതിരെ പാലാരിവട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതൊരു മറ്റടുത്ത ഐഡിയ ആയിപ്പോയി. നേരത്തെ ഈ യുവതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പീഡന പരാതി കൂടി ജിൻഡോയ്ക്കെതിരെ ഉണ്ടായിരുന്നു. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ജിൻഡോ അതിൽ അറസ്റ്റിലാവുകയും പിന്നീട് ജയിലിൽ കഴിയുന്ന സാഹചര്യമായിരുന്നു. അതിന് പിന്നാലെ ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മോഷണം നടത്തിയെന്നുള്ള പരാതി വന്നിരിക്കുന്നത്. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ?